നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്, ഒരുപാട് ഫീച്ചറുകളുണ്ട്. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചർ നമ്മുടെ ഫോണിനകത്തുണ്ട്. ആ ഫീച്ചർ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും, നിങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഏതാണ് ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിനകത്ത് നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിൽ ഞാൻ ഇനി പറയുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോക്കസ് മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് സെറ്റിങ്സ്. ഫോക്കസ് മോഡ് എന്നുള്ള സെറ്റിങ്സ് ആണ്. ചില മൊബൈൽ ഫോണിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വന്നാൽ ഇവിടെയും കാണാം ഫോക്കസ് മോഡ് എന്നുള്ള ഒരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലാത്ത ആൾക്ക് നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക ഇതുപോലെ ഫോക്കസ് മോഡ് എന്ന്. അപ്പോൾ ഈ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആപ്പുകൾ കാണും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളൊരു ഓഫീസിലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈവിങ്ങിനകത്ത് വാട്സപ്പിൽ മെസ്സേജുകൾ വരും. വാട്സപ്പ് നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഈ വാട്സപ്പിലേക്കുള്ളൊരു ഫോക്കസ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അത്യാവശ്യം ചില ആപ്പുകളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം ആപ്പുകളെ ഒന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. ഇവിടെ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കാണും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. വാട്സപ്പ് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. വേണമെങ്കിൽ ഞാൻ യൂട്യൂബ് ഒന്ന് സെലക്ട് ചെയ്തു. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സമയം ചോദിക്കും. സമയം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ സമയം ഏതൊക്കെ ദിവസങ്ങളിലാണ് വേണ്ടത്. ഇപ്പോൾ മീറ്റിങ്ങുള്ള സമയമാണെങ്കിൽ ആ സമയത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സമയം സെലക്ട് ചെയ്തിട്ടില്ല. ഇവിടെ മുകളിൽ വാട്സപ്പ് യൂട്യൂബ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക കളറിലേക്ക് മാറിയത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്സപ്പ് യൂട്യൂബിന് പ്രത്യേക ബ്ലറായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മുടെ ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുമ്പോൾ വാട്സപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ വാട്സപ്പ്. ഇവിടെ ഈ ഫസ്റ്റ്, എൻ്റെ ഫോൺ 3 വാട്സപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഫസ്റ്റ് വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ വാട്സപ്പ് ബ്ലറായിട്ടാണ് കിടക്കുന്നത്. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയാണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് എനിക്ക് അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും വരില്ല. അതിലേക്ക് പ്രത്യേകം എനിക്ക് ശ്രദ്ധ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരിക. ഞാനിവിടെ യൂട്യൂബ് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. യൂട്യൂബ് അത്തരത്തിൽ ബ്ലറായി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ആപ്പിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്തരം ആപ്പുകൾ ഇതുപോലെ ചെയ്തു വെക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മീറ്റിംഗ്, ഓൺലൈൻ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റെഡിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം ആപ്പുകളിലേക്കുള്ള ആ ഒരു ഫോക്കസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതേ സെറ്റിങ്സ് തന്നെ വരിക. സെറ്റിങ്സ് വന്നിട്ട് ഇവിടെ ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പഴയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അത്തരം ആപ്പുകളൊക്കെ നിങ്ങൾ ഫോക്കസ് മോഡിലേക്ക് മാറ്റിയ ആപ്പുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ ഈ അവസാന വാട്സപ്പ് ബ്ലറായിട്ടായിരുന്നുണ്ടായത്. ഇപ്പോൾ ഈ വാട്സപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് യൂട്യൂബിലേക്ക് വരാം. യൂട്യൂബിലേക്ക് വന്നാൽ യൂട്യൂബ് ഇവിടെ വർക്കാണ് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.